അവിടെ ഉണ്ടാവും. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ എന്തായാലും ഒന്ന് പ്രസ് ചെയ്തേക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റുണ്ടായിരുന്നു. ഇപ്പോൾ 4 മണിക്ക് എണീറ്റാലും അത്യാവശ്യം സമയമൊക്കെ ഉണ്ട് കേട്ടോ. 4:50 ബാങ്ക് കൊടുക്കുന്നുണ്ട്. സുബഹി നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നടക്കാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നടക്കാൻ പോകണമെന്ന് വിചാരിച്ചാൽ ഇതാണ് കേട്ടോ അവസ്ഥ. ഇന്ന് അത്യാവശ്യം രാവിലെ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എണീറ്റപ്പോൾ മഴയൊന്നും ഉണ്ടായിട്ടില്ലേ, നിങ്ങൾ കണ്ടല്ലോ. പിന്നെ മഴ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല. ഇന്ന് ഞാൻ എൻ്റെ ഒരു പുതിയൊരു ഡയറ്റ് പ്ലാൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ എക്സസൈസും എല്ലാം ഇതിൽ ഇന്ന് മുതൽ വരണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും കറക്റ്റായിട്ട് പോകാം. മഴയാകുമ്പോൾ അങ്ങനെ നടക്കാൻ പോകാൻ കറക്റ്റ് നമുക്കൊരു എന്താ പറയുക പ്രോപ്പറായിട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി എൻ്റെ രാവിലത്തെ നമ്മുടെ മോർണിംഗ് ഡ്രിങ്കില്ലേ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഇത് ഫോളോ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ഓരോ ദിവസം ഓരോ ഡ്രിങ്ക് കേട്ടോ ഉണ്ടാക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഓരോ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് കുടിക്കലുണ്ട്. ഡെയിലി ഒരു ഡ്രിങ്ക് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത് നാളെ തന്നെ ഉണ്ടാക്കി കുടിച്ച് കുഴപ്പമില്ല. പക്ഷേ ഡെയിലി ഒന്നെന്നെ അഡിക്റ്റ് ആവാണ്ടിരിക്കണതാണ് കേട്ടോ നല്ലത്. ഇപ്പം ഞാൻ ഓരോ ദിവസം ഓരോന്ന് അങ്ങനെ ആക്കിയിട്ട് പോവുകയാണ് ചെയ്യുക. ഇത് ഞാൻ ഇപ്രാവശ്യത്തെ ഡയറ്റ് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം അല്ല കേട്ടോ. നമ്മൾ ഒരു ഡയറ്റീഷ്യൻ ഉണ്ട്, അപ്പോൾ അവരുമായിട്ട് ഇത് ചാറ്റ് ചെയ്തിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി വരുന്നത്. മറ്റേത് എനിക്കിഷ്ടമുള്ള രീതിയിൽ പോവുകയാണ് ചെയ്യുക. പക്ഷെ അത് ചില ദിവസങ്ങൾ നമ്മൾ ടയേർഡ് ആവാറുണ്ട്. ഡയറ്റ് എടുക്കുമ്പോൾ നമ്മളൊന്നും നോക്കാതെ എടുക്കുന്നതല്ലേ. പ്രത്യേകിച്ച് ഞാൻ മെഡിസിനൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഡയറ്റ് എടുക്കാൻ കേട്ടോ. അപ്പോൾ അത് ഫ്ലോപ്പ് ആവാനും ചാൻസ് ഉണ്ട്. ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് കിട്ടില്ല, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇന്ന് ഞാനിതാ ജീരകവെള്ളമാണ് കേട്ടോ ഇന്ന് എടുക്കുന്നത്. അങ്ങനെ മാറി ഓരോ ദിവസത്തും കേട്ടോ. ഇന്നിപ്പോൾ ജീരകവെള്ളം മാത്രം. അപ്പോൾ എൻ്റെ മോർണിംഗ് ഡ്രിങ്കെല്ലാം കുടിക്കട്ടെ. അപ്പോൾ ഇത് ഒരു ഇളം ചൂടിൽ ഇങ്ങനെ കുടിക്കും കേട്ടോ. അങ്ങനെയാണ് നമുക്കിഷ്ടം. ഒരു തണുത്ത് നമുക്ക് കുടിക്കാൻ കഴിയില്ല. ഇപ്പോൾ രാവിലെ ഇളം ചൂടിൽ ഇങ്ങനെ കുടിച്ചു. ഇനിയിപ്പോൾ പതിവ് പോലെ തന്നെ എൻ്റെ കുളി കാര്യങ്ങളൊക്കെ. അപ്പോൾ ചിലരൊക്കെ ചോദിക്കലുണ്ട് രാവിലെ കുളിക്കുമ്പോൾ ബാത്റൂമൊക്കെ എപ്പോഴാണ് കഴുകുക എന്ന്. ഞാൻ അന്ന് ബാത്റൂം കഴുകാനായിട്ടുണ്ടെങ്കിൽ അന്ന് കുളിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ബാത്റൂം കഴുകുക. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളും ഡെയിലി നമുക്ക് അതായത് അന്നത്തെ ദിവസത്തേക്ക് വേണ്ട കാര്യങ്ങൾ തലേ ദിവസം എന്തെങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ ഇതിനൊക്കെ തന്നെയാണ് കേട്ടോ. രാവിലെ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് വേണ്ടി ചെയ്യാൻ നമുക്ക് സമയം കിട്ടില്ല. നമ്മൾ കുട്ടികളുടെ കാര്യം ഹസ്ബൻഡിൻ്റെ കാര്യം എല്ലാം നോക്കി അവർക്ക് ചായ കൊടുത്ത് അവരെ കുളിക്കാനുള്ള വെള്ളം വെച്ച് അവരെ കുളിക്കാൻ പറഞ്ഞയച്ച് കുട്ടികളെ പറഞ്ഞ് ഇതൊക്കെ അല്ലേ നമ്മൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മളൊന്ന് റെഡിയാക്കി ഒരു മെഷീനായാൽ ആ മെഷീൻ കറക്റ്റായിട്ടിരിക്കണം. അത് നല്ല അടിപൊളിയായിട്ട് ഓടുന്നുണ്ടെങ്കിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അതിൽ നമുക്ക് കാര്യങ്ങൾ ഇട്ടിട്ട് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെ കാര്യം. പിന്നെ മാറ്റി ചുടുന്നത് മഴ പെയ്യുന്നില്ലേ രാവിലെ പെയ്തു. ബൈക്കും കൊണ്ട് പോകണ്ടേ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അത് എൻ്റെ കാര്യത്തിൽ അത് കറക്റ്റാണ് കേട്ടോ. ഞാൻ ആദ്യം അതൊന്നും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആളെയല്ല. എന്താ പറയുക, സുബഹി നിസ്കരിക്കും, എന്നിട്ട് വൈകി എണീറ്റ് കിച്ചണിലേക്ക് വരും. പിന്നെ ഭയങ്കര
തിരക്ക്, ചോറ് കറി എല്ലാം ആക്കി കൊടുത്ത് വിടൽ കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ നമുക്ക് പല്ല് പോലും തേക്കാനുള്ള മര്യാദക്ക് പല്ല് പോലും തേക്കാനുള്ളൊരു ടൈം നമുക്ക് കിട്ടൂല. അപ്പം അങ്ങനെ വരെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ ഉൾക്കൊണ്ട ഒരു രീതിയാണ് ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇതിലെനിക്ക് മാഷാ അല്ലാഹ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. റിലാക്സ് ചെയ്തിട്ട് പണികൾ നമ്മൾ എന്തായാലും വൈകുന്നേരം വരെ എടുത്താൽ നമുക്ക് തീരും. പക്ഷെ നമ്മൾ റിലാക്സ് ചെയ്തിട്ട് നമുക്ക് സ്ട്രെസ് ആവാതെ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് നമ്മളെ പണികൾ നമ്മൾ വീടും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റണം. ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. എല്ലാവർക്കും ദേഷ്യം വരുമ്പോൾ എല്ലാവരോടും നമ്മൾ പണിയെടുക്കുമ്പോൾ ബാക്കിയുള്ളവർ വെറുതെ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു ദേഷ്യം ഒക്കെ ഉണ്ടാകും. കുറച്ച് ദിവസം കുഴപ്പമില്ലെങ്കിലും പിന്നെ നമുക്കതൊരു കുഴപ്പമായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇത് ഞാനൊരു നമ്മളൊരു ഈസി സാമ്പാറാട്ടാ ഇന്നുണ്ടാക്കുന്നത്. ഇപ്പോൾ ദോശമാവ് ഉണ്ടാക്കി വെച്ചത് ഉണ്ട്, ഒരു ബോക്സ് കൂടെ ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള സാമ്പാർ, അതിലേക്ക് ആദ്യം തന്നെ ഞാൻ മല്ലി, മുളക്, മഞ്ഞൾ, സാമ്പാർ പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ സോട്ട് ചെയ്തെടുത്ത്, കടുകൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയിൽ. എന്നിട്ട് നമ്മുടെ പരിപ്പ് കഴുകിയിട്ട് കൊടുത്തു. ഇതിലേക്ക് വേറെ കഷ്ണങ്ങളൊന്നും ഞാൻ ചേർക്കുന്നില്ല. പരിപ്പ്, ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇത് കറിവേപ്പില, ഇതൊക്കെ തന്നെയാണ് ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ, ആവശ്യത്തിന് വെള്ളം, അത്യാവശ്യം പരിപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ, വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ചെറിയ കഷ്ണം നമ്മുടെ കായല്ലേ, സാമ്പാർ കായം, അത് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി പരിപ്പൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാം. ഇന്നലെ റഫീഖാൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. നല്ല രാത്രി ഞാൻ എഡിറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെയും വൈകിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അതവിടെ പെൻഡിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്യാപ്പിൽ, നമ്മളെ പരിപ്പ് വേകുന്ന ഗ്യാപ്പിൽ എനിക്കത് പോയിട്ട് അയൺ ചെയ്തിട്ട് വരണം. അപ്പോൾ ഞാൻ ഡയറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഞാനൊരു 3-4 ദിവസമായി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു ഫീൽ ഉണ്ട് കേട്ടോ, നല്ലൊരു ഗുഡ് ഫീല് എനിക്ക് തോന്നി. ഇപ്പം നിങ്ങളാണെങ്കിലും സ്വന്തമായിട്ടൊരു ഡയറ്റ് എടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് നമുക്കിങ്ങനൊരു ആൾ ഉണ്ടാകുമ്പോഴാണ് കേട്ടോ. നമുക്കൊരു എന്താ പറയുക, ഡയറ്റീഷ്യൻ ഉണ്ടാകുമ്പോൾ അവർ നമ്മളിപ്പോൾ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ നമുക്കൊരു ലിസ്റ്റ് തരും, ഒരു ഡയറ്റ് പ്ലാന് നമുക്ക് വാട്സപ്പ് ചെയ്ത് തരുന്നുണ്ട്. എന്നിട്ട് അത് നോക്കിയിട്ട് നമുക്ക് എന്താണോ രാത്രി കഴിക്കേണ്ടത്, ഈസിയാണ്. എന്ത് രാത്രി, എന്ത് ഉച്ചയ്ക്ക്, എന്ത് മോർണിംഗിൽ, മിഡ് മോർണിംഗ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഇന്നത്തത് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ നല്ല ഈസിയാണ്. ഒരാളിങ്ങനെ കൊണ്ടുപോകും, ഒരു മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്കൊരു ആളുണ്ടാവും. അപ്പോൾ ഇവർ ഗ്രൂപ്പായിട്ടും അതുപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡയറ്റ് പ്ലാനും എല്ലാം ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കും. ഞാൻ ചെയ്യുന്ന ആളെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും അവരുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഇനി നമ്മൾ ചട്നിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സാമ്പാറിൻ്റെ കൂടെ ഇന്ന് ഒന്നുമില്ല, ഞാൻ ഈസി ആയിട്ട് തട്ടിക്കൂട്ടുന്നൊരു ചട്നിയാണ്. തേങ്ങയിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കും, പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കും, ഉപ്പ്, ഇത്ര തന്നെ കേട്ടോ. ഇതൊന്ന് അരച്ചെടുക്കും, ഫൈനായിട്ടല്ല, ചെറിയൊരു തരിതരിപ്പോടും കൂടി അരച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പെല്ലാം അയൺ ചെയ്യാനൊക്കെ പോയി വന്നില്ലേ, അതുകൊണ്ട് പരിപ്പെല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് വേണ്ടിയിരുന്നു, അത് ചേർത്ത് കൊടുത്തു. കുറച്ചുകൂടെ വെള്ളം വേണ്ടിയിരുന്നു, അത് ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് വറവൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയാണ്. ഇതൊരു ചോറിലേക്കും അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഇഡ്ഡലി, ദോശ അതിലേക്കല്ലേ പെർഫെക്റ്റ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ നമ്മൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചട്നിയും കൂടെ ഒന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും കൂടെ വറവൊഴിക്കട്ടെ. അത് ഒരിക്കലും വറവിട്ടിട്ട് എന്താ പറയുക, തിളപ്പിക്കരുത് കേട്ടോ. ചട്നി, ഏത് ചട്നിയാണെങ്കിലും അതിൽ ടേസ്റ്റേ മാറിപ്പോവും. ഈ രീതിയിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ അരച്ചെടുക്കുക, എന്നിട്ട് വറവ് ഇങ്ങോട്ട് വയ്ക്കുക. പിന്നെ തിളപ്പിക്കുക കാര്യങ്ങളൊന്നുമില്ല, ഉപ്പൊക്കെ കറക്റ്റ് നോക്കിയിട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ദോശമാവ് ഇത് കണ്ടില്ലേ, ഞാൻ അന്ന് അരച്ചെടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താ പറയുക, ലാസ്റ്റിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ അരച്ച് വെച്ച ദോശമാവാണ്. ഇതുവരെയായിട്ടൊരു പുളിപ്പോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ദോശമാവിനില്ല കേട്ടോ. അപ്പോൾ ദോശ പൊളിച്ച് പോവുക, ദോശ പൊങ്ങാത്ത പ്രശ്നം വരിക, ഈസ്റ്റ്, അപ്പക്കാർ ഒന്നും ഇടാതെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മൾ ദോശമാവ്, അങ്ങനെയൊക്കെ പ്രശ്നം ഉള്ളവർ നമ്മൾ ഇഡ്ഡലി ദോശ ബാറ്റർ ട്രൈ ആക്കി നോക്കുക കേട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ നല്ല ക്രിസ്പി ദോശ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ.
അപ്പോൾ റഫീഖയ്ക്ക് ഇവിടെ ഇങ്ങനെ നൈസായിട്ട് ദോശ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമാണ്, ഇതും ഇഷ്ടമാണ് ചില സമയത്ത്, ഓരോ മൂഡാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഈ ഒരു നമ്മൾ തട്ടുദോശയല്ലേ, അങ്ങനെ കുട്ടി ദോശ എന്നൊക്കെ പറയുന്നത്, അത് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി തോന്നിയിട്ടാണ്, കുറച്ചിങ്ങനെ പൊങ്ങിയിട്ടുള്ള. അപ്പോൾ എനിക്ക് ഈ ദോശയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ എൻ്റെ ഡയറ്റീഷ്യൻ പറഞ്ഞതിന് അനുസരിച്ചാണ് കേട്ടോ എൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അത് ഞാൻ കാണിച്ചും കൂടെ തരുന്നുണ്ട്. അപ്പോൾ എൻ്റെത് നിങ്ങൾ ഫോളോ ചെയ്യണ്ട, ഡെയിലി ഒന്നല്ല കേട്ടോ നമ്മളെ ഫുഡും കാര്യങ്ങളൊന്നും. ഇന്ന് ഒരു ഫുഡാണെങ്കിൽ നാളെയാണ് അപ്പോൾ നമ്മൾ ശരീരത്തിലേക്ക് വേണ്ട പ്രോട്ടീനും കാര്യങ്ങളും എല്ലാം ചെന്നിട്ട് നമുക്ക് ആ ഒരു വെയിറ്റ് ലോസിന് സഹായിക്കും. എനിക്കങ്ങനെ ഒരുപാട് വെയിറ്റ് കുറക്കാൻ അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാൻ അവരോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മെഡിസിൻ എടുക്കുന്ന കാര്യങ്ങളും എല്ലാവരും ഇപ്പം നിങ്ങളുടെ കാര്യമാണെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അവരോട് പറഞ്ഞിട്ട് അതിനനുസരിച്ചുള്ളൊരു ഡയറ്റാണ് അവർ നമുക്ക് തരിക കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിനനുസരിച്ചുള്ളൊരു ഡയറ്റ് പ്ലാനാണ് അവരെനിക്ക് തന്നിട്ടുള്ളത്. പിന്നെ വെയിറ്റ് ലോസ് മാത്രമല്ല കേട്ടോ, വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ളതും അവർക്കുണ്ട്. 21 ദിവസം കൊണ്ടാണ് ഇവർ നമുക്ക് വെയിറ്റ് ലോസ് പറയുന്നത് കേട്ടോ. 21 ദിവസം കൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് കുറഞ്ഞു തുടങ്ങുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും കേട്ടോ. വെയിറ്റ് കൂട്ടാനാണെങ്കിൽ അതും നമുക്ക് 21 ദിവസത്തിനാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഫുഡ്. നമ്മൾ എന്തെങ്കിലും ഒരു സ്പ്രൗട്ട്സ്, അതായത് മുളപ്പിച്ച ധാന്യമല്ലേ, അത് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മുളപ്പിക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ വൻപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കുറച്ച്, അതിനൊക്കെ ഒരു കണക്കുണ്ട് കേട്ടോ. ഒരു 50 ഗ്രാമാണ് അത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു മുഴുവൻ എഗ്ഗ് അല്ലെങ്കിൽ 2 എഗ് വൈറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തേക്ക്. പിന്നെ എന്തെങ്കിലും നമ്മളെ കട്ട് വെജിറ്റബിൾസ് ഇല്ലേ, റോ ആയിട്ടില്ലേ, അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സാമ്പാർ ചട്നി കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവർ പറയുകയും ചെയ്തു. അപ്പോൾ എനിക്കും അത്രയും ക്വാണ്ടിറ്റി ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ദോശ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ പിക്ക് അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് കറക്റ്റ് ചെയ്ത് തന്നു കേട്ടോ. എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ഡയറ്റിൽ ഫോൾട്ട് ഉണ്ടാക്കും. അത് നമുക്ക് വെയിറ്റ് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഡയറ്റ് നമുക്ക് അറിവില്ലായ്മ കൊണ്ട് നമുക്ക് വെയിറ്റ് കൂടാനും ചാൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലീനിങ് എന്ന് പറയുന്നത്, ഞാൻ കുറേ ദിവസമായിട്ട് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ അടിച്ചു വാരി തുടച്ച് പോകുന്നതല്ലാതെ ഒരു ഡീപ്പ് ക്ലീൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് പൊടിയൊക്കെ തട്ടി അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ മഴേൻ്റെ ഒക്കെ വീണ്ടും മഴയൊക്കെ പെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കാം. അപ്പോൾ വുഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ നനച്ച് തുടക്കുന്നൊന്നുമില്ല കേട്ടോ. ക്ലോത്ത് വെറുതെ ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ മൈക്രോ ഫൈബർ ക്ലോത്ത് ഇല്ലേ, അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്യാം കേട്ടോ. നമ്മളെ വീഡിയോയിൽ എൻ്റെ കയ്യിൽ ലിങ്ക് ഉള്ളതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിലരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ലിങ്ക് ഇല്ലാത്തതാണ് ഞാൻ നിങ്ങൾക്ക് തരാത്തത്. അപ്പോൾ ഉള്ളതെല്ലാം ഞാൻ ടാഗ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമ്മുടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലോത്ത് വെച്ചിട്ടാണ് ഞാൻ തുടച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലോത്ത് ആകുമ്പോൾ പൊടിയൊന്നും ഇങ്ങനെ പാറിപ്പോവാതെ അതിൽ തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കും. നമ്മൾ എന്താ പറയുക, വെള്ളത്തിലൊന്നും പിഴിഞ്ഞെടുക്കാതെ തുടച്ചാൽ കൂടിയിട്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഇടയ്ക്ക് ഞാനിങ്ങനെ ക്ലീനിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ഡീപ്പ് ക്ലീനിങ് അല്ലെങ്കിൽ വീട് വല്ലാണ്ടൊരു വൃത്തിയായിട്ടുള്ളൊരു മോശാവസ്ഥയിൽ എനിക്ക് അങ്ങനെ വരാറേ ഇല്ല കേട്ടോ. അപ്പം ഈ ഒരു നമ്മുടെ എല്ലാ കാര്യത്തിൻ്റെ ഇടയിൽ ഈ കാര്യം നടന്നങ്ങ് പോയിക്കോളും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കട്ടിൽ, മേശ, അലമാര, അവിടെയൊക്കെ തന്നെയല്ലേ പൊടി വന്ന് നിൽക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ജനൽ, വാതിൽ, അങ്ങനത്തെ അതൊക്കെ ഒന്ന് ഓടിച്ചൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കുറേ എല്ലാം ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഇന്ന് ഒരു റൂം, ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നാളെ എടുക്കില്ല. ഇതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു റൂം, അങ്ങനെ കേട്ടോ. അങ്ങനെ ഒരു നമ്മളെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, ഒരു ജനൽ തുടച്ചാലും അത് മതി കേട്ടോ. അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത നേരം, ഇന്നത്തെ ദിവസത്തിൽ ഇപ്പോൾ ഈ ഒരു പണീൻ്റെ ഇടയിലൂടെ തന്നെ, എൻ്റെ രാവിലത്തെ കാര്യങ്ങളുടെ ഇടയിൽ തന്നെ ഞാനിത് ചെയ്യണമെന്നില്ല. എനിക്ക് സമയം കിട്ടുന്നേ, കാരണം ഇത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ ഇന്ന് ഞാനിത് ചെയ്യും എന്ന്. അതുകൊണ്ട് വൈകുന്നേരത്തിനുള്ളിൽ എപ്പോഴെങ്കിലും രാത്രി എപ്പോഴാണ് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയം, എനിക്ക് ഫ്രീ ആയിട്ടെന്നല്ല, എനിക്ക് പറ്റുന്നൊരു സമയം ഞാൻ ഇതിനായിട്ട് ചൂസ് ചെയ്യാനുണ്ട് ചെയ്യുക. അല്ലാണ്ട് ഇന്നിപ്പോൾ ഇത് ക്ലീൻ ചെയ്യണമല്ലോ അങ്ങനത്തെ ഒരു ഇതില്ല. നേരെ മറിച്ച് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് വീട്ടിൽ, എല്ലാവരും വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു ഒക്കേഷൻ കാര്യങ്ങൾ, ഓണം, പെരുന്നാളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നാളെ പെരുന്നാൾ അല്ലെങ്കിൽ മറ്റന്നാളെ പെരുന്നാൾ അന്ന് തീർക്കണം, അങ്ങനെ ഉണ്ടാവില്ലേ. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ എപ്പോഴും ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യം വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഓടിപ്പടഞ്ഞ് പണി തീർക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ഇനി ചെയ്യുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒരു മിന്നൽ
പണി മാത്രം ചെയ്യാനേ ഉണ്ടാവുള്ളൂ. കാരണം എപ്പോഴായാലും നമ്മളെ വീട് നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല എനിക്ക്. ഈ ഒരു ക്ലീനിങ് എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. അങ്ങനത്തെ പ്രത്യേകിച്ച് ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു എക്സ്ട്രാ ടൈം എനിക്ക് കിട്ടൂല. ഇങ്ങനെയൊക്കെ ചെയ്താലേ എൻ്റെ കാര്യങ്ങൾ നല്ല കറക്റ്റായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്ത് പോകാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആവാറുണ്ട് ഇതൊക്കെ. അങ്ങനെ അടിച്ചു വാരൽ തുടക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ ലഞ്ച് കുറേ കാര്യങ്ങളൊന്നും ആക്കാനില്ല. നമുക്ക് വൻപയർ തോരൻ വെച്ചതില്ലേ, അത് രാവിലെ എടുത്തു. അത് കുറച്ചുകൂടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാനൊരു ബീൻസ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മീൻ എടുത്തിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് മീൻ കറി നമുക്ക് കഴിക്കാം, കറിയുള്ള മീനും കഴിക്കാം, പക്ഷെ ഫ്രൈ ചെയ്ത് കഴിക്കരുത് എന്നാണ്. പക്ഷേ നമുക്ക് കറി വെക്കുന്നത് പോലെ തന്നെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണാം 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലാണ് ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യുന്നത്. ഫിഷ് കഴിക്കുന്നത് നല്ലതാണ്, പക്ഷേ നമ്മൾ ഡീപ്പായിട്ട് കുറേ ഓയിലൊക്കെ ഉപയോഗിച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോഴാണല്ലോ നമുക്കതൊരു അൺഹെൽത്തി ആകുന്നത്. അപ്പോൾ അതാണ് പ്രോബ്ലം. അപ്പോൾ ഞാൻ എണ്ണയില്ലാതെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ നല്ല അടച്ച് വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കട്ടെ. ഇത് കണ്ടോ, ഒട്ടും എണ്ണ 1 ടീസ്പൂൺ എണ്ണയെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. പിന്നീട് നിങ്ങൾ സംശയിക്കേണ്ട, ഞാൻ പിന്നീട് ഒഴിച്ചിട്ടുണ്ടാവുമെന്ന് ഇല്ല കേട്ടോ. കാരണം എൻ്റെ ഡയറ്റാണല്ലോ, അപ്പോൾ ഞാനതിൽ കള്ളത്തരം ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതാ നല്ല ക്രിസ്പി ആയിട്ട് നമ്മളെ മീനെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഇത് കഴിക്കേണ്ട, കറി വെച്ച് കഴിച്ചാൽ മതി. പക്ഷേ ഇന്നെനിക്ക് മീൻ പൊരിച്ചത് കഴിക്കണം എന്ന് തോന്നിയിട്ടാ. ഇല്ലെങ്കിൽ എല്ലാവരും കഴിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാവില്ലേ, ഒരു വിഷമാവില്ലേ, നമ്മളെന്തോ വലിയെന്തോ ടാസ്ക് എടുക്കുന്ന പോലെ ഫീൽ എനിക്ക് ചെയ്യും. അതുകൊണ്ട് അല്ലെങ്കിൽ കറി വെച്ച് മീനൊക്കെ കഴിച്ചാൽ മതി കേട്ടോ. എന്നാൽ അങ്ങനെയൊക്കെ ഇല്ലാണ്ടിരുന്നാലേ എനിക്ക് കറക്റ്റായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും ഫോളോ ചെയ്ത് പോകാനും വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഫ്രൈ ആക്കണ്ട, കറി വെച്ച് മീനാണ് ഇഷ്ടം, മുളകിട്ട മീനാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ കഴിച്ചാൽ മതി. ഇന്ന് ശരിക്കും ഒരു റെയിനി ഡേ തന്നെയാണ് കേട്ടോ. നമ്മൾ മഴ ദിവസം തന്നെയാണ്, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കുറേ ദിവസമായിട്ട് മഴക്കാലം ആണെങ്കിൽ കൂടിയിട്ട് മഴ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയൊരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആ ഒരു കറക്റ്റ് ടൈമും നമുക്ക് അവർ തരും കേട്ടോ. ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് ഫുഡ് കഴിക്കണം എന്നുള്ള ടൈമും കൂടെ തരും. അപ്പോൾ 8:30 മാക്സിമം 8:30 ഉള്ളിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വരും, അതിൻ്റെ ഉള്ളിൽ തീർക്കണം. പിന്നെ നമുക്കൊരു 10:30 11:30 ഉള്ളിൽ നമുക്കൊരു മിഡ് മോർണിംഗ് സ്നാക്സ് എന്തെങ്കിലും കഴിക്കാം. അത് മീൻസ് നട്ട്സോ കപ്പലണ്ടി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അപ്പോൾ ഇന്ന് എനിക്ക് തന്നിട്ടുള്ളത് എന്തെങ്കിലും നട്ട്സ് കഴിക്കാനായിട്ട്. അതൊരു കുറഞ്ഞ ക്വാണ്ടിറ്റി ഇട്ടാ, ഒരു 50 ഗ്രാം നട്ട്സാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട്. അത് ഏത് നട്ട്സ് ആണെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ എഡിറ്റിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു ടൈമാണ് ഞാൻ ഇതെടുക്കുന്നത്. അപ്പോൾ അല്ലാണ്ട് നമ്മൾ സാധാരണ നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മളിതൊന്നും കഴിക്കില്ല. നമ്മൾ കുറേ ദോശ കഴിക്കും, കുറേ ചോറ് കഴിക്കും, അങ്ങനെയല്ല. പക്ഷെ നല്ലതൊന്നും നല്ലതാണ് അതൊക്കെ, പക്ഷേ അത് കുറേ കഴിച്ചത് നല്ലതല്ല. എന്നാൽ നമുക്ക് നട്ട്സ് ആയാലും ഫ്രൂട്ട്സ് ആയാലും അങ്ങനത്തെ ഒന്നും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടിയില്ല, പ്രോട്ടീനും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. നമ്മൾ വയറ് നിറച്ച് ചോറും ദോശയും കാര്യങ്ങളൊക്കെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതിന്ന് നമുക്കൊരു ചേഞ്ച് വരും കേട്ടോ. അപ്പോൾ എൻ്റെ ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് എൻ്റെ ലഞ്ച് കേട്ടോ. കറി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിഷ് കറി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ കട്ട് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പേരി എടുത്തിട്ടുണ്ട്. നമ്മളെ മീൻ എണ്ണയില്ലാതെ ഫ്രൈ ചെയ്തിട്ടുള്ള, കുറഞ്ഞ എണ്ണ എടുത്ത് ഫ്രൈ ചെയ്തിട്ടുള്ള സാധനം. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് ഞാൻ കുറച്ച് സമയമൊക്കെ ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വൈകുന്നേരത്തെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ചെറുതായിട്ട് എന്തായാലും വിശക്കുമല്ലോ, നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒന്നും കഴിക്കുന്നില്ലല്ലോ, എന്നാൽ വിശന്നിരിക്കാനും പറ്റില്ലല്ലോ. ഇത് നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് ഡയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർ നമുക്ക് പ്ലാൻ ചെയ്ത് തരും. നമുക്ക് വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാൽ നമ്മളറിയാതെ അവർ നമുക്ക് കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എനിക്കിന്ന് വൈകുന്നേരത്തേക്ക് ഒരു റോബസ്റ്റ പഴമുണ്ട്, റോബസ്റ്റും വെള്ളവും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം അതിനുശേഷം നമ്മളില്ലേ ടൗണിലേക്ക് വന്നതാണ്. ഏട്ടത്തിയും മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ഉണ്ട്. റഫീഖ് എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തതാണ്. പിന്നെ ഉപ്പയും ഉമ്മയും വരുന്നുണ്ട് കേട്ടോ. അവർ ഉംറക്ക് പോകാനായിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. കുറച്ച് ഡ്രസ്സ് മാത്രമല്ല, കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളെല്ലാവരും കൂടെ വന്നതാണേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും വാങ്ങാനൊന്നുമില്ല, പക്ഷേ അതൊരു രസമല്ലേ, നമുക്കൊരു സന്തോഷമാണ്, ഒരു ഇഷ്ടമാണ്. അവരെയും മാക്സിമം നമുക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അവർക്കും ഒരു സന്തോഷം കിട്ടുക. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ വന്നതാണ് കേട്ടോ.
അപ്പോൾ ഉപ്പ് എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവരെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴുള്ള നമ്മളെ ഷോപ്പിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ ആക്ക്, ഇങ്ങോട്ട് ഇങ്ങനെ ആക്ക്. ഉരുണ്ട എടുക്കാം കേട്ടോ, എടുക്കാം. അതിലിരുന്നോ, ഇതിലിരുന്നോ, എടുക്കാം, ഇതിലിരുന്നോ. എടുക്കും എടുക്കട്ടെ, അതിലിരുന്നോ. എന്താ സാധനം? എന്തോ ആരുടെയോ ഭാഗ്യം കൊണ്ട് ഒരു ചെരുപ്പം സ്യൂട്ടാവുന്നില്ല കേട്ടോ. നമുക്കൊരു ഇഷ്ടമായിട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പൂമോളെ കുട്ടികൾക്കൊക്കെ എടുത്തു കേട്ടോ, ഏട്ടത്തി കൊടുത്തു. എനിക്കെന്തോ ഒന്നും അങ്ങോട്ട് കറക്റ്റ് ആയിട്ടില്ല. നോക്കട്ടെ ഒന്നുകൂടെ. നമ്മുടെ എസ് ഭാരത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തുള്ള നെഹദേൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്ന അവിടെ തന്നെയുള്ള ആ ഒരു ചെരുപ്പ് കടയാണ് കേട്ടോ. ഇത് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. എല്ലാവരും ഇവിടെ നിന്ന് എടുക്കുന്നത് കാണാറുണ്ട് കേട്ടോ. നല്ല കളക്ഷൻ ഉണ്ടാവാറുണ്ട്, ഒരുപാട് റേറ്റും ഉണ്ടാവാറില്ല കേട്ടോ ഇവിടെ. അപ്പം ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന സമയത്ത് നമ്മൾ എടുത്തു പോകും. അതാണ് ഇതിൻ്റെ ഒരു കുട്ടൻസ്. എന്താ വേണ്ട മമതേ? ഈ ചെരുപ്പാ വേണ്ടേ? മിനിറ്റ് മുഹമ്മദ് കള്ളൻ. മുഹമ്മദ് കരയിപ്പിക്കണ്ട. ചെരുപ്പ് കടയിൽ ചെരുപ്പെടുത്തോടി, ചെരുപ്പ് കടയിൽ ചെരുപ്പെടുത്തോ. എല്ലാവർക്കും ഉണ്ട്, ഇരിക്കില്ല. കൊണ്ട് കൊടുക്കൂല. പാകളുള്ള എടുക്കണ്ടേ? മുഹമ്മദ് പാകളുള്ള എടുക്കണ്ടേ? നോക്കട്ടെ, എന്തൊക്കെ കാണിച്ചിട്ട് രസം ഉണ്ടാക്കട്ടെ. ശരിക്കും ഇങ്ങനെ പിടിക്കേ, കറക്റ്റ് ആയിക്കോ. പിന്നെ ഉപ്പയമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അവർക്കുള്ള ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയിട്ടാ. അപ്പോൾ ഇതാ നൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചത് ക്ലോത്ത് എടുത്തിട്ട് തയ്പ്പിക്കാമെന്നായിരുന്നു. പിന്നെ നമ്മളെ ടൈലറിനും കുറച്ച് തിരക്കാണ്. അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ വേണ്ട, നമുക്ക് റെഡിമെയ്ഡ് തന്നെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്ന് ശരിയാക്കി തന്നാൽ മതിയല്ലോ. അപ്പോൾ അതവർ ശരിയാക്കി തരും. അതിവിടെ ഉണ്ടാവും. മാത്രം മതി, ഇവിടെ മറ്റേല്ലോ. നഖത്തിലൊക്കെ മൈലാഞ്ചിട്ട് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അത് കണ്ടാ
അങ്ങനെ നമ്മൾ ഓരോ ഷോപ്പിൽ നിന്ന് ഓരോ ഷോപ്പായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങുകയാണ് കേട്ടോ. ഏകദേശം കൽപ്പറ്റേൻ്റെ ഒരറ്റത്തു നിന്ന് അപ്പുറത്തറ്റം വരെ എത്തിയിട്ടുണ്ടായിരുന്നേ. ഓരോ കാര്യങ്ങൾ വാങ്ങി വാങ്ങി നോക്കി നോക്കി എന്നോടാ അങ്ങനെ ഡ്രസ്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെ നമ്മൾ ബാഗ് അവർക്ക് കിട്ടും കേട്ടോ. അവർ ഗ്രൂപ്പിലല്ലേ പോകുന്നത്. പക്ഷേ ഇങ്ങനെ ഈ ബാഗില്ലേ അത് സിമ്പിളായിട്ടുള്ള ഒരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സ്, പിന്നെ അവരെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇടണ്ടേ പള്ളിയിലേക്ക് കയറുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതും നല്ല വൃത്തിയുള്ള 2 എണ്ണം കിട്ടിയിട്ടുണ്ടായിന്. ഇത് 2 കൂട്ടോ. പക്ഷെ ഷൂ കേട്ടോ. രണ്ട് മോഡലാണ്. കറുപ്പാണ്, രണ്ട് മോഡലാണ്. അങ്ങനെ അവർക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങി നമ്മളെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും തിരിച്ചു പോക്കാണ്. അപ്പോൾ നമ്മളെ കൽപ്പറ്റയിലെ ന്യൂ ഫോമിൽ നിന്ന് നല്ല ബട്ടർ ചിക്കനും അതുപോലെ തന്നെ ബട്ടർ ചിക്കനേക്കാളും നമുക്ക് ഇഷ്ടമായത് ആ ഒരു എല്ലുകറിയാണ് കേട്ടോ. ബട്ടർ ചിക്കനും ഇഷ്ടമായി, പക്ഷേ എല്ലുകറി ഒരു രക്ഷയില്ല കേട്ടോ. അവർ എല്ലുകറി നല്ലതാണ്. ആ പൊറോട്ടയും അടിപൊളി, എല്ലാം നല്ലത് തന്നെയാണ് അവിടുത്തെ ഫുഡ്. അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് ഫുഡിന് വേണ്ടിയിട്ട് എവിടെയാണ് പോകാമെന്ന് തിരയുന്നവർക്ക് ഇത് നല്ലതാണ് കേട്ടോ. നല്ലൊരു ഓപ്ഷനാണ് ന്യൂ ഫോം. അപ്പോൾ ഇവിടുത്തെ പൊറോട്ടയും പൊളിയാണേ. അപ്പം ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഫുഡ്. ഇനി അവർ അങ്ങോട്ടേക്കും പോയി പൂമോളും അവർ ഉപ്പാനെ ഇറക്കി കൊടുത്തിട്ട് പനുമനെ ഇറക്കി കൊടുത്തിട്ട് പിന്നെ അവർ ചുണ്ടയിലേക്ക് പോകും. ഞാൻ നേരെ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഡയറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങിയതല്ല. അപ്പോൾ പിന്നെ വെറുതെ പ്രത്യേകിച്ച് പൊറോട്ട ഫ്ലോപ്പാക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ പറയാം. ഇത് ഞാനൊരു ടൊമാറ്റോ സൂപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ടൊമാറ്റോ സൂപ്പാണ്. അപ്പോൾ ഒരു 2 തക്കാളി കട്ട് ചെയ്തത് പാനിലേക്ക് വെച്ച് കൊടുത്തു. എണ്ണയോ ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ. കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുത്തു. ഒരു 4-5 വെളുത്തുള്ളിയും വെച്ച് കൊടുത്തു. ഇതുപോലെ ഒന്ന് കുക്കായിട്ട് വരണം. നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ അവിടെ വെച്ചാൽ മതി കേട്ടോ. പാൻ ചൂടായതിന് ശേഷം കറക്റ്റ് കുക്കായി കഴിഞ്ഞാൽ നമ്മളതിൻ്റെ സ്കിന്നിങ്ങനെ നമുക്കിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. എന്നിട്ട് നമ്മളിത് വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് സ്വന്തം ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഒന്ന് പൊറോട്ട പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടാവും ഒരെണ്ണം, എന്നിട്ട് അവിടെ നിർത്തും. അങ്ങനെ ചെയ്യാം. പക്ഷേ ഒറ്റക്കൈ നമുക്കതൊക്കെ ചെയ്യാമെന്നല്ലാണ്ട് അപ്പോൾ ഇങ്ങനെ ഇവർ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. അത് തന്നെയാണ് കേട്ടോ എനിക്കൊരു ഭയങ്കര ഒരു മാറ്റമായിട്ട് തോന്നിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും നല്ലതാണ് കേട്ടോ. ഒരു ഡയറ്റീഷ്യൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു പേടിയും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ പോയിക്കോളും. അപ്പോൾ ഇതാ എൻ്റെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. സൂപ്പിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോർ ഞാൻ കലക്കി ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ആ ഒരു കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് 1 ടീസ്പൂൺ ഒരു 1/2 ടീസ്പൂൺ റാഗിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നല്ല ഹെൽത്തി സൂപ്പാണ്. പിന്നെ ഇതിങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഇനിയിപ്പോൾ ഒരു പാർട്ടിയിലൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ നമ്മൾ സെർവ് ചെയ്യുകയാണെങ്കിൽ ഇതിലേക്കില്ലേ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് വേറെ ലെവലാവും. ഞാനിപ്പോൾ അതൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. ഇങ്ങനെ തന്നെ നല്ല രസമുണ്ടായി. ഒരു ഫംഗ്ഷനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.